പിണറായി വിജയൻ ഭരണത്തിൽ കയറിയ കാലം മുതൽ കേരളത്തിന് കഷ്ടകാലമാണെന്നാണ് പൊതുവെയുള്ള ഒരു പറച്ചിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാൻഡ്രേക്ക് എന്നും കഷ്ടകാലം കൊണ്ടുവന്ന സർക്കാർ എന്നിങ്ങനെ മുഖ്യമന്ത്രിയും കേരള സർക്കാരും കേൾക്കാത്ത പഴികളില്ല എന്ന് പറയാം. അല്ല, ആൾക്കാരെ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഓക്കി മുതൽ 2017-2018 കാലങ്ങളിലെ പ്രളയം, കോവിഡ്, നിപ്പ വൈറസ്, പെട്ടിമുടി ദുരന്തം, പുത്തുമല ദുരന്തം, താനൂർ ബോട്ട് അപകടം, ഇതാ ഇപ്പോൾ വയനാട് ദുരന്തം വരെ, ഇങ്ങനെ നിരവധി സംഭവങ്ങളാണ് 2016 പിണറായി വിജയനും LDF സർക്കാരും ഭരണത്തിൽ വന്ന കാലം മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാലാവസ്ഥാ വ്യതിയാനവും ഹോളോസിൻ വംശനാശവും കാരണം ഉണ്ടാകുന്ന ദുരന്തങ്ങൾ കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവൻ ഉണ്ട് എന്നതാണ് സത്യം. ഇതിനെല്ലാം കാരണം പിണറായി വിജയനും LDF സർക്കാരുമാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ന്യൂസ് ചാനലുകളുടെ പേജുകളിൽ വയനാട് സംബന്ധമായ പോസ്റ്റിൽ ചിലരുടെ കമന്റ് കണ്ടാൽ തോന്നും പ്രകൃതി ദുരന്തങ്ങൾ പിണറായി വിജയൻ കണ്ണൂരിൽ ഇരുന്ന് പടച്ചുവിടുന്നതാണെന്ന്. എനിക്ക് തോന്നുന്നത് ഇത് പറയുന്നവരെക്കാൾ വലിയ ദുരന്തങ്ങൾ വേറെ ഇല്ല എന്നതാണ് സത്യമെന്ന്. ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ ഇനി വരാനില്ല എന്ന് നമുക്ക് പറയാം. സാമാന്യ വിവരമുണ്ടെങ്കിൽ ഇവർക്കൊന്നും ഇങ്ങനെ പറയാൻ സാധിക്കില്ലല്ലോ. ഇനി മദർ തെരേസയെ പോലെ ഒരാൾ വന്ന് കേരളം ഭരിച്ചാൽ പോലും ഇനി വരുന്ന കാലങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കും എന്നതാണ് സത്യം. അത് ഭരിച്ചയാളുടെ കുഴപ്പം കൊണ്ടല്ല, മനുഷ്യർ ഭൂമിയോട് ചെയ്ത ചൂഷണത്തിന്റെ ഫലമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വലിയ വിവരമുള്ള കേരളീയർ കുറെ പേർ ഇന്ന് അന്ധവിശ്വാസം കൈമുതലായാണ് ജീവിക്കുന്നത് എന്ന് കൂടി നമുക്ക് ആ കമന്റുകളൊന്ന് വായിച്ചാൽ കാണാം. കഴിഞ്ഞ 4 വർഷമായി പ്രകൃതി ദുരന്തങ്ങളും രോഗമഹാമാരികളും ഉണ്ടായതിന്റെ ഉത്തരവാദിത്തം വെറും അന്ധവിശ്വാസം കൊണ്ട് ഒരാളുടെ മേൽ ചാർത്തുന്നവരാണ് ഇവരെല്ലാവരും. ഈ കാര്യം ഇവരെ സൗകര്യപൂർവ്വം അങ്ങ് മറക്കുന്നുമുണ്ട്. ഈ 4 കൊല്ലവും ഇത്രയും ദുരന്തങ്ങൾ നേരിട്ടിട്ടും കേരളം ഇന്നും നടുനിവർത്തി നിൽക്കുന്നത് നിങ്ങൾ ഈ പരിഹസിക്കുന്ന നേതൃത്വം മുന്നിൽ നിന്ന് നയിക്കുന്നത് കൊണ്ടാണ് എന്നെങ്കിലും നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അതിനോട് ഭരണകൂടങ്ങളും സ്ഥാപനങ്ങളും എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് അവരുടെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള ഒരു മികച്ച അവസരമായാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തങ്ങളെ പിണറായി വിജയനും സർക്കാരും നേരിട്ട രീതികളെ കുറിച്ച് നമുക്കൊന്ന് നോക്കിപ്പോകാം. ഈ അവസാനം കഴിഞ്ഞിട്ട് വയനാട് ദുരന്തം തന്നെ നമുക്ക് എടുക്കാം. ഒരുപക്ഷെ ഒരുപാട് ദുരന്തങ്ങൾ അഭിമുഖീകരിച്ച അനുഭവ സമ്പത്ത് കൈമുതലായത് കൊണ്ടായിരിക്കണം വയനാട് ദുരന്തം സംഭവിച്ച ആദ്യ മണിക്കൂറുകളിൽ തൊട്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെല്ലാം യാതൊരു പരാതിക്കും ഇട നൽകാത്ത എണ്ണയിട്ട യന്ത്രം പോലെയാണ് കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ മണിക്കൂറിൽ ദുരന്ത മേഖലയിൽ എത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട് എത്തിയ എല്ലാ സംവിധാനങ്ങളും കുറ്റമറ്റ രീതിയിലാണ്, തികച്ചും പ്രൊഫഷണലായി തന്നെയാണ് പ്രവർത്തിച്ചത് എന്നതിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമായ മണിക്കൂറുകളിൽ സൈന്യത്തെ എത്തിക്കാനായതും അതിവേഗത്തിൽ ബെയിലി പാലം നിർമ്മിച്ച ചൂരൽമലയും മുണ്ടക്കയും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനായതുമൊക്കെ ഈ രക്ഷാദൗത്യത്തിൽ എത്രത്തോളം നിർണായകമായതാണെന്ന് നമ്മൾ കണ്ടതാണ്. പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും നമ്മൾ കണ്ടത് ഏറ്റവും കൃത്യതയോടെ, ആസൂത്രണത്തോടെ, കൃത്യമായ ബോധ്യത്തോടെ നടക്കുന്ന രക്ഷാദൗത്യമാണ്. ദുരന്തബാധിത മേഖലയെ 6 സോണുകളായി തിരിച്ചുള്ള തിരച്ചിലാണ് നമ്മൾ കണ്ടത്. തിരച്ചിലിന് 1300-ലേറെ അംഗങ്ങൾ, അതിൽ സൈന്യവും ദുരന്ത നിവാരണ സേനയും പോലീസും വനം വകുപ്പും ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടുന്നുണ്ട്. ഈ രംഗത്ത് പ്രാവീണ്യമുള്ള സ്വകാര്യ കമ്പനികളും സന്നദ്ധ പ്രവർത്തകരും തുടങ്ങി നിരവധി ആളുകളാണ് അണിനിരുന്നത്. തീർന്നില്ല. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശമനുസരിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിച്ച 60-ലേറെ JCB-കൾ, ഹിറ്റാച്ചികൾ, 500-ലേറെ ആംബുലൻസുകൾ, ചതുപ്പിലും തകർന്ന റോഡുകളിലും പറന്നിറങ്ങുന്ന ഹെലികോപ്റ്ററുകൾ, ആർമി വാഹനങ്ങൾ, ദുർഘട മേഖലകളിലേക്ക് പോകാൻ ഓഫ് റോഡ് വാഹനങ്ങൾ, പരിചയസമ്പന്നരായ ഡ്രൈവർമാർ, സന്നദ്ധ പ്രവർത്തകരെ കൊണ്ടുപോകാനും വരാനും നിരനിരയായി എത്തുന്ന KSRTC ബസ്സുകൾ, കൃത്യമായ ഇടവേളകളിൽ ഇവർക്കെല്ലാം ഭക്ഷണവും വെള്ളവും എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ, ഇങ്ങനെ കുറ്റമറ്റതായിരുന്നു സർക്കാരിന്റെ പ്രവർത്തന രീതി എന്ന് പറയാം. ഓരോ ദിവസവും ദുരന്ത മേഖലയിലെ വിവിധങ്ങളായ സംവിധാനങ്ങൾ കാണുമ്പോൾ ഇത് നമ്മുടെ കേരളം തന്നെയാണോ എന്ന് അത്ഭുതം തോന്നുന്ന സാഹചര്യങ്ങൾ. സൈന്യത്തിന്റെ സംവിധാനങ്ങൾ എത്ര ടോപ്പ് ലെവലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ നമ്മുടെ കൊച്ചു കേരളത്തിലെ പോലീസിന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും എന്തിനു വേണം KSCB-യുടെ പോലും പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അത് നമുക്ക് ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ അവരുടെ പക്കലുണ്ടെന്ന് അറിയുന്നതിലും അഭിമാനമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് വയനാടിനെ കുറിച്ച് പറഞ്ഞു വെക്കാൻ. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കേരളം ഇന്നുവരെ കണ്ടതിൽ വെച്ച ഏറ്റവും മികച്ച ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് വയനാട്ടിൽ നടന്നിരിക്കുന്നത്. വരും കാലങ്ങളിൽ ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഒരു പഠന വിഷയമാകുമെന്നതിലും സംശയമില്ല. ഒപ്പം തന്നെ ഇത്തരം ദുരന്തങ്ങളെ എങ്ങനെ നേരിടണം എന്നത് വരും ഭരണകൂടങ്ങൾക്ക് ഒരു മാതൃകയായും ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും. ദുരന്തബാധിതരുടെ പുനരധിവാസമാകും സർക്കാരിന് മുന്നിൽ ഇനിയുള്ള ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അതുകൂടി കൃത്യമായി നടപ്പാക്കാൻ സാധിച്ചാൽ ഈ ദുരന്തത്തെ പിണറായി സർക്കാർ കൈകാര്യം ചെയ്ത രീതിക്ക് ഫുൾ മാർക്ക് തന്നെ നമുക്ക് നൽകാൻ സാധിക്കും.